ഹായ്. നമ്മുടെ ലൂപ്പ് റൂൾ എന്ന് ചോദ്യങ്ങൾ ഇതിനു മുമ്പും ചോദിച്ചിട്ടുണ്ട് CBSEക്ക്. അതുകൊണ്ട് തന്നെ ലൂപ്പ് റൂളിലെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഇനിയിപ്പോൾ ചിലപ്പം മൊത്തം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം അറിയാവുന്ന കാര്യങ്ങളെങ്കിലും എഴുതണമല്ലോ, അല്ലെങ്കിൽ ഫുള്ള് ചെയ്യണം, എന്താണെങ്കിലും ഓക്കെയാണ്. നമുക്ക് ലൂപ്പ് റൂളിന്റെ ബേസിക്സ് അറിയാത്തവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. നാളെയാണ് എക്സാം എന്ന് അറിയാം, എന്നാലും ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ശരിക്കും വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കിർച്ചോഫിന് 2 ലോസ് ഉണ്ട്, ഒന്ന് ജംഗ്ഷൻ റൂളും ഒന്ന് ലൂപ്പ് റൂളുമാണ്. ജംഗ്ഷൻ റൂൾ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ടുകൾ, നമ്പർ ഓഫ് എത്രയാണോ കറണ്ടുകൾ വരുന്നത് അത്രയും ലീവ് ചെയ്യുന്നു എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലെ. ഇവിടുന്ന് I1ഉം I2ഉം വന്നു, ഇങ്ങോട്ട് I3യും I4ഉം പോകുന്നു എന്ന് പറഞ്ഞാൽ വരുന്ന കറണ്ടിന്റെ സമ്മും, ദാറ്റ് ഈസ് ആൾജിബ്രിക് സം ഓഫ് കറണ്ട് വരുന്നത് I1 പ്ലസ് I2. അതാണ് വരുന്ന കറണ്ടുകൾ. ജംഗ്ഷൻ, ഇതാണ് ജംഗ്ഷൻ. ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ടുകൾ കണ്ടോ, I1 പ്ലസ് I2. ഇനി ജംഗ്ഷനിൽ നിന്ന് പോകുന്ന കറണ്ടുകൾ ആരൊക്കെയാണ്? I3 പ്ലസ് I4 ആണ്. അപ്പൊ ഇങ്ങനെ എഴുതുന്നതാണ് ശരിക്കും നമ്മുടെ ജംഗ്ഷൻ റൂൾ എന്ന് പറയുന്നത്. അത് കൺസർവേഷൻ ഓഫ് ചാർജിനെ ബേസ്ഡ് ആണ്, നിങ്ങൾക്ക് അറിയാം. ഇനി ലൂപ്പ് റൂൾ ആണ്. ലൂപ്പ് റൂളിൽ എന്തെങ്കിലും ചെറിയ ടാക്ടിക്സ് വെച്ച് നമുക്ക് എങ്ങനെ ഇത് സോൾവ് ചെയ്യാം എന്നുള്ളതാണ്. സോൾവ് ചെയ്യാൻ അത്യാവശ്യം സാധാരണ CBSE എക്സാംസിന് അത്യാവശ്യം ഉണ്ടാവാറുണ്ട്. അപ്പൊ അതും നമുക്ക് ശ്രദ്ധിക്കാം. സോ ലൂപ്പ് റൂൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഞാനൊരു സർക്യൂട്ടിനകത്ത്, നമ്മുടെ സർക്യൂട്ട് നമ്മൾ സാധാരണ വരയ്ക്കുമ്പോൾ ഒന്ന് സെല്ല് ഉണ്ടാവും അല്ലെ, ബാറ്ററി അല്ലെങ്കിൽ സെല്ല് ഉറപ്പായിട്ടും ഉണ്ടാവും നിങ്ങൾക്കറിയാം. പിന്നെ ഉണ്ടാവുന്നത് എന്താണ്? നമ്മുടെ റെസിസ്റ്റർ ആണ്. അപ്പൊ ഈ സെല്ലും റെസിസ്റ്ററും അടങ്ങുന്ന ഒരു സർക്യൂട്ടില്, അല്ലെങ്കിൽ ഇങ്ങനെ ബാറ്ററിയും റെസിസ്റ്ററൊക്കെ അടങ്ങുന്ന ഒരു സർക്യൂട്ടിലെ ടോട്ടൽ വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അതിന്റെ ആൾജിബ്രിക് സം 0 ആണ്. അതാണ് ഈ പറയുന്നത്. ഇൻ എനി ക്ലോസ്ഡ് സർക്യൂട്ട് ദ ആൾജിബ്രിക് സം ഓഫ് EMF ആൻഡ് ആൾജിബ്രിക് സം ഓഫ് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഈസ് 0. യെസ്, ഓക്കെ. ആൾജിബ്രിക് സം ഓഫ് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഈസ് 0 എന്നാണ് അവർ പറയുന്നത്. അതിന്റെ അറിഞ്ഞിരിക്കേണ്ട ഫസ്റ്റ് അതിനകത്ത് കൊടുക്കേണ്ട കാര്യം പറയാം, എന്നിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ എന്ത് ചെയ്യാം, അതിനെ മനസ്സിലാക്കി എടുക്കാം. അതായത് ഇവിടെ നോക്കുക, ഇതൊരു ബാറ്ററി ആണല്ലേ. നിങ്ങൾക്ക് അറിയാം, ഒരു ബാറ്ററി കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, ഒരു സെല്ല് കണ്ടാൽ അറിയാം. ഇത് സെല്ലിന്റെ പോസിറ്റീവ് ആണ്, സെല്ലിന്റെ നെഗറ്റീവ് ആണ്. ഞാൻ എടുക്കുന്ന റൊട്ടേഷൻ, ഞാൻ ഇങ്ങനെ നോക്കി നോക്കി വരികയാണ്, കറണ്ട് എതിലെയാണ് പോകുന്നത് എന്ന് നോക്കി നോക്കി വരികയാണ്. നോക്കി വരുമ്പം ബാറ്ററിയുടെ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്കാണ് എന്റെ കണ്ണ് ഓടുന്നതെങ്കിൽ, ബാറ്ററിയുടെ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്കാണ് കണ്ണ് ഓടുന്നതെങ്കിൽ ഞാൻ EMFന്റെ വാല്യൂ പോസിറ്റീവ് ആയിട്ട് എടുക്കും. കാണിച്ചു തരാം എങ്ങനെയാന്നുള്ളത്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്കാണ് എന്റെ കണ്ണ് ഞാൻ ഓടിക്കുന്നതെങ്കിൽ ഞാൻ EMF പോസിറ്റീവ് ആയിട്ട് എടുക്കും. നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്കാണ് എന്റെ കണ്ണ് ഞാൻ ഓടിക്കുന്നതെങ്കിൽ ഞാൻ EMF നെഗറ്റീവ് ആയിട്ട് എടുക്കും. അപ്പൊ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഫസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ഒരു റെസിസ്റ്റർ, ഇതാണ് നമ്മുടെ റെസിസ്റ്റർ എന്ന് പറയുന്നത്. റെസിസ്റ്ററിൽ കൂടെയുള്ള, റെസിസ്റ്ററിന്റെ വാല്യൂ R ആണ്, കറണ്ട് I ആണെങ്കിൽ റെസിസ്റ്ററിൽ കൂടെയുള്ള പൊട്ടൻഷ്യൽ ഓംസ് ലോ പ്രകാരം നമുക്കറിയാം അല്ലെ. ഓംസ് ലോ പ്രകാരം V is equal to I into R എന്നാണ്. സോ IR ആണ് ശരിക്കും ഇതിലേ പോകുന്നത്. IR എന്ന് പറഞ്ഞ വാല്യൂ ആണ് ശരിക്കും അതിലെ വോൾട്ടേജ് എന്ന് പറയുന്നത് അതിലെ കടന്നു പോകുന്നത്. സോ ഇനി നമുക്കിനി ഒരു റെസിസ്റ്ററിന്റെ സൈൻ ഇങ്ങനെ, റെസിസ്റ്ററിലേക്കുള്ള പൊട്ടൻഷ്യലിന്റെ സൈൻ എങ്ങനെ എടുക്കാം. ഒരു റെസിസ്റ്ററിലേക്ക് കടന്നു വരികയാണെങ്കിൽ ഇങ്ങനെ കടന്നു വരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ കടന്നു വരുന്നു. അപ്പൊ കറണ്ട് കടന്നു വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പോസിറ്റീവ് ആണെന്ന് പറയുന്നു. അപ്പൊ നമ്മൾ കണ്ണ് ഓടിക്കുന്ന ഡയറക്ഷനിൽ പോവുകയാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഞാനൊരു റെസിസ്റ്റർ വരയ്ക്കാം. അപ്പം കറണ്ട് ഇങ്ങനെയാണ് പോകുന്നത്, ഞാൻ കണ്ണ് ഓടിക്കുന്നതും ഇങ്ങോട്ട് തന്നെയാണ്, ഞാൻ എടുക്കുന്ന ഡയറക്ഷനും ഇങ്ങോട്ടാണ്, കറണ്ട് പോകുന്നതും ഇങ്ങോട്ട് തന്നെയാണെങ്കിൽ നമ്മൾ പറയും IR ഈക്വൽ ടു പോസിറ്റീവ് എന്ന് പറയും. ഇനി ഫോർ എക്സാമ്പിൾ ഇങ്ങനെ വിചാരിക്കുക, ഇതാണ് റെസിസ്റ്റർ, കറണ്ട് ഇതിലെയാണ് വരുന്നത്, പക്ഷെ ഞാൻ എടുത്ത ഡയറക്ഷൻ ഇങ്ങനെയാണ്. ഞാൻ കണ്ണോടിക്കുന്നത് ഈ ഡയറക്ഷൻ വഴിയാണ്, ഈ ഡയറക്ഷനിലാണ് കണ്ണോടിക്കുന്നത്. പക്ഷെ എന്റെ കറണ്ട് വരുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ഞാൻ IR ഈക്വൽ ടു നെഗറ്റീവ് എന്ന് എടുക്കും. ഇത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം, അപ്പോഴേ നമുക്ക് അതിനെ കുറിച്ച് ഒരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുള്ളൂ. ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം, ഇവിടെ ഞാൻ ജസ്റ്റ് ബേസിക് ആയിട്ടൊരു സർക്യൂട്ട് കാണിച്ചൊരു ചെറിയ ലൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു റെസിസ്റ്റർ കാണും, അതേപോലെ ഒരു കറണ്ട് കാണും, ഒരു സെല്ല് കാണും. ഞാൻ ഈ ക്വസ്റ്റ്യനിൽ കറണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കറണ്ട് വന്ന് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ തിരിച്ചു വരുന്നു. ഇതാണ് കറണ്ട് പോലെ. ആ കറണ്ട് പോകുന്നതാണ് നമ്മുടെ കണ്ണോടിക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെ നമ്മളൊരു ക്ലോസ്ഡ് ലൂപ്പ് എന്നാണ് പറയുക. എന്ന് വെച്ചാൽ ഒരു സർക്യൂട്ട് മൊത്തം കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കുന്ന ലൂപ്പിനെ ക്ലോസ്ഡ് ലൂപ്പ് എന്ന് നമ്മൾ പറയും. സോ ഇനി ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ നിന്ന് ഇങ്ങനെ കറണ്ട് ഇങ്ങനെ പോവുകയാണ്. ഇതാണ് റെസിസ്റ്റർ R. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടുന്ന് തന്നെ തുടങ്ങാം. ഇത് ബാറ്ററിയുടെ പോസിറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആണ്. സോ കറണ്ട് പോകുന്ന ഡയറക്ഷനിലാണ് ഞാൻ ഞാൻ ലൂപ്പിന് ഒരു പേര് കൊടുക്കുകയാണ്, ABCD. അപ്പൊ നമ്മൾ ആദ്യമേ ഒരു പേര് കൊടുത്തു വെച്ചിട്ട് നമ്മൾ ആ ലൂപ്പിനെ നെയിം ചെയ്യാണ്. ഞാൻ ABCDA,
ഈ ഡയറക്ഷനിലാണ് കണ്ണോടിക്കാൻ പോകുന്നത്. സോ നോക്കിയേ, ABCDA തിരിച്ച് അവിടെ തന്നെ എത്തും. അതുകൊണ്ടാണ് A ലാസ്റ്റ് എഴുതിയത്. അപ്പൊ ABCDA ഡയറക്ഷൻ ഞാൻ കണ്ണോടിക്കുമ്പോൾ നമുക്ക് കറണ്ടിനെ നോക്കാം. സോ ഇവിടെ ഞാനപ്പോ ഓരോ പോയിന്റിലെ വോൾട്ടേജിനെ വേണം എഴുതാൻ. സോ ഇവിടെ നോക്കിയേ, A നിന്ന് Bയിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട് അല്ലെ, റെസിസ്റ്റർ ഉണ്ട്. ഞാൻ പോകുന്ന ഡയറക്ഷനും ഇങ്ങോട്ടാണ്, കറണ്ട് കയറുന്ന ഡയറക്ഷനും സെയിം ആണ് അല്ലെ. ഒരു റെസിസ്റ്ററിലേക്ക് കറണ്ട് കയറുകയാണ്. റെസിസ്റ്ററിലേക്ക് കറണ്ട് കയറുകയാണെങ്കിൽ നമ്മൾ പറയും IR ഈക്വൽ ടു പോസിറ്റീവ് എന്ന് പറയും. അപ്പൊ എനിക്ക് ഇവിടെ കൊടുക്കാം, ഞാൻ ഇവിടുത്തെ IR പോസിറ്റീവ് ആണ്. ശരി, അത് ഓക്കെ ആണ്. ഞാൻ അവിടെ വോൾട്ടേജ് ഇൻറ്റു റെസിസ്റ്റൻസ്, ദാറ്റ് ഇസ് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്, അവിടുത്തെ വോൾട്ടേജ് എഴുതി, IR പോസിറ്റീവ് ആണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ ഇങ്ങനെ പോകുമ്പോൾ ഈ ഡയറക്ഷനിലാണ് ഞാൻ ഇങ്ങനെ പോകുന്നത്. ഈ ഡയറക്ഷനിൽ പോയി വരുമ്പോൾ ഞാൻ നേരെ ചെന്ന് കയറുന്നത് ബാറ്ററിയുടെ നെഗറ്റീവിലേക്കാണ്. എന്താ നമ്മൾ പറഞ്ഞത്, ബാറ്ററിയുടെ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്കാണെങ്കിൽ നമുക്ക് EMFന് പോസിറ്റീവ് എന്ന് കൊടുക്കാം. പക്ഷെ ഞാൻ ഇവിടെ കയറുന്നത് ബാറ്ററിയുടെ നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്കാണ്. അപ്പൊ -E എന്ന് കൊടുത്തു. ഇതിന്റെ ടോട്ടൽ സമ്മ് 0 എന്നാണ് ലൂപ്പ് റൂളിന്റെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ എനിക്ക് എഴുതാം IR - E = 0. അവിടെ E = IR എന്ന് എഴുതാം. ഇതൊരു ബേസിക് സർക്യൂട്ട് ആണ്. ഇനിയും ഉണ്ട് ഒരു ബേസിക് സർക്യൂട്ട്. ആ ബേസിക് സർക്യൂട്ട് നമുക്ക് എന്തായാലും ഒന്ന് വരച്ചു നോക്കാം. ആ ഒരു ബേസിക് സർക്യൂട്ട് നമുക്കൊന്ന് വരച്ചു നോക്കാം. സോ ദിസ് ഈസ് ദ ബേസിക് സർക്യൂട്ട്. ഒന്ന് കൂടുതൽ ലൂപ്പുകൾ കാണിച്ചു തരാം. ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട്, ഇവിടെ ഒരു EMF ഉണ്ട് E, ഇവിടെ ഒരു റെസിസ്റ്റർ തന്നിട്ടുണ്ട്, അടുത്ത പിന്നെയും ഒരു ലൂപ്പ്, ഇനിയും ഒരു റെസിസ്റ്റർ R3, ഇത് R2, ഇത് R1 ആണ്. ഞാൻ പേര് കൊടുക്കുന്നുണ്ട് ലൂപ്പിന്, ABCDFG എന്നാണ് ലൂപ്പിന്റെ പേര്. ഞാനിവിടെ കറണ്ട്, ഇത് സെൽ ആയതുകൊണ്ട് ഇത് പോസിറ്റീവ് നെഗറ്റീവ് ആണ്. ഇവിടെ നിന്ന് ഒരു കറണ്ട് വരുന്നതായിട്ടും അവിടെ കാണിച്ചിട്ടുണ്ട്. വേറെ ബാറ്ററികളൊന്നും ഇല്ല, ഇപ്പൊ വേറെ എവിടെ നിന്നും കറണ്ട് ഒന്നും വരാനില്ല. സോ കറണ്ട് വരുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. ആദ്യമേ ചെയ്യേണ്ടത് ആ കറണ്ടിനെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് നമുക്ക് ആ കറണ്ടിനെ ഒന്ന് ഫോളോ ചെയ്യാം. സോ ഇവിടുന്ന് വരുന്ന I1 ഇങ്ങോട്ട് വന്നു. ഇതൊരു ജംഗ്ഷൻ ആണ് അല്ലെ. ജംഗ്ഷൻ ആണെങ്കിൽ രണ്ട് സ്ഥലത്തേക്ക് സ്പ്ലിറ്റ് ആയി പോകും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കറണ്ട് അല്ലേ, രണ്ട് സ്ഥലത്തേക്ക് സ്പ്ലിറ്റ് ആയി പോകാം, പ്രശ്നമില്ല. അപ്പൊ ഞാൻ ഇങ്ങോട്ട് സ്പ്ലിറ്റ് ആയതിനെ I2 എന്ന് വിളിച്ചു, ഇങ്ങോട്ട് സ്പ്ലിറ്റ് ആയതിനെ I3 എന്ന് വിളിച്ചു. അപ്പൊ എനിക്ക് പറഞ്ഞൂടെ, ഇവിടുത്തെ കറണ്ട് എന്ന് പറഞ്ഞാൽ I2വിന്റെയും I3യുടെയും സമ്മാണ്. ഇത് ബേസിക് ആയിട്ട് ഒരു ഐഡിയ ആണ്, അത് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യം. I2 + I3, ഞാൻ അവിടെ കറണ്ടിനെ എഴുതി. ശരി, I1 = I2 + I3 എന്നൊക്കെ എഴുതി. ഇനി നമുക്ക് ഓരോരോ ലൂപ്പുകൾ എഴുതാം. 2 ലൂപ്പുകൾ നമുക്ക് ഇവിടെ എടുക്കാം. ആ 2 ലൂപ്പുകളുടെയും ഇക്വേഷൻസ് നമുക്കൊന്ന് എഴുതി നോക്കാം. സോ ഒന്നാമത്തെ ലൂപ്പ് നമുക്ക് ഇവിടെ നോക്കാം, ABFGA എടുക്കാലോ. ABFGA എടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം. ഞാനിവിടെ ABFGA എന്നും പറഞ്ഞിട്ട് ഒരു ലൂപ്പിലേക്ക് വന്നു. അവിടെയുള്ള IR വാല്യൂസും EMFും ഇതുമാണ് നിങ്ങൾ എടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യമേ ABFGA എടുക്കാം. ABFGA എടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കറങ്ങി ഇങ്ങോട്ട് പോകാൻ നേരത്ത് ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട്, കറണ്ട് I2 ആണ്, R2 ആണ്. സൈൻ ഒന്ന് പറഞ്ഞേ, സൈൻ എങ്ങനെയാണെന്ന് പറഞ്ഞേ. ഞാൻ പോകുന്ന ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, കറണ്ട് പോകുന്ന ഡയറക്ഷനും സെയിം ആണ്, അപ്പൊ പോസിറ്റീവ് ആണ് അല്ലെ. അപ്പൊ എനിക്ക് അവിടുത്തെ വോൾട്ടേജ് എഴുതാം I2 R2. കണ്ടോ, അപ്പം ABFG I2 R2 എഴുതി. ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി ഇങ്ങോട്ട് വരികയാണ്. കറങ്ങി വന്നപ്പോൾ ഒരു ബാറ്ററിയാണ് വന്നത്. ഞാൻ എടുക്കേണ്ട സൈൻ പറഞ്ഞ്, ഞാൻ നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്കാണ് പോകുന്നത്. നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് പോയാൽ ഞാൻ -E എന്നാണ് കൊടുക്കേണ്ടത്. കഴിഞ്ഞില്ല ലൂപ്പ്. ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഞാൻ പോകുന്ന ഡയറക്ഷനും കറണ്ട് പോകുന്ന ഡയറക്ഷനും സെയിം ആണ്. അപ്പോൾ പോസിറ്റീവ് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ എനിക്ക് കൊടുക്കാം +I1 R1 = 0 എന്ന് എഴുതാം. കണ്ടോ, നമ്മളപ്പോ ഒരു ലൂപ്പ് റൂൾ ഇക്വേഷൻ എഴുതിയില്ലേ. വേണമെങ്കിൽ ഈ -E അപ്പുറത്തേക്ക് എഴുതാം. അപ്പൊ എനിക്ക് എഴുതാം I1 R1 പ്ലസ് ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി I2 R2 = E എന്ന് ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി ഞാനൊന്ന് എഴുതി. 2x ഇട്ട് കണ്ടാൽ മതി കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പീഡ് സമയം കുറവാണെങ്കിൽ 2x ഇട്ടൊക്കെ കാണാം. ശരി, ഞാൻ ഇനി അടുത്തൊരു ലൂപ്പ് എടുക്കുക. അത് നിങ്ങൾ പറയാം, ഞാൻ ഓർഡർ പറയാം, നിങ്ങൾ അതിന്റെ ഉത്തരം പറയണം. BCDFB എന്നാണ്. BCDFB എന്നാണ് ഞാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇതാണ് എന്റെ ഡയറക്ഷൻ. അങ്ങനെ വന്നപ്പോൾ ഇവിടെ റെസിസ്റ്റർ ഉണ്ട്, ഒരു കറണ്ടും ഉണ്ട്. സോ ഇവിടെ നോക്കുക, എന്റെ ഡയറക്ഷനും ഇങ്ങനെയാണ്, കറണ്ട് പോകുന്ന ഡയറക്ഷനും ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ അവിടുത്തെ വോൾട്ടേജ് എഴുതി I3 R3, കാരണം വോൾട്ടേജ് ആണ് എനിക്ക് എഴുതേണ്ടത്. അങ്ങനെ മുന്നോട്ട് പോവാണ്. ഇങ്ങനെ കറങ്ങി മുന്നോട്ട് പോയി, ഇങ്ങനെ എത്തി, ഇങ്ങനെ കറങ്ങി ഇങ്ങോട്ട് തിരിച്ചു കയറി. ഇതാണല്ലോ ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കണം, ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഇവിടെ ഒരു കറണ്ട് ഉണ്ട്, അത് I2 ആണ്. I2 ഇങ്ങോട്ടാണ് പോകുന്നത്. പക്ഷെ ഞാൻ കണ്ണോടിക്കുന്ന ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇങ്ങോട്ട് ഞാൻ എന്റെ കറണ്ട് ഇതിലേ പോകുന്നു, പക്ഷെ ഞാൻ കണ്ണോടിക്കുന്ന ഡയറക്ഷൻ ഈ ഡയറക്ഷൻ ആണ്.
സോ ഇവിടെ നോക്കിയേ, എനിക്ക് പറയാം -I2R2 ഈക്വൽ ടു, വേറെ ഒന്നുമില്ല, EMF ഒന്നും വേറെ കാണിച്ചിട്ടില്ല, അതുകൊണ്ട് ഈക്വൽ ടു 0 എന്ന് എഴുതാം. അപ്പൊ ഇതാണ് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എ ലൂപ്പ് റൂൾ എന്ന് പറയുന്നത്. ഇങ്ങനെ നമുക്ക് ബേസിക് ഇക്വേഷൻസ് എഴുതി നമുക്ക് ചോദ്യങ്ങൾ ചെയ്യാം. നമുക്ക് എന്തായാലും ഒരു CBSEയുടെ ഒരു പ്രീവിയസ് ഇയർ ചോദ്യം ചെയ്യാം. അപ്പം ഒരു ലൂപ്പ് റൂളിൽ ഒരു ചോദ്യം കാണുമ്പോൾ ആദ്യമേ മനസ്സിലാക്കണം അവിടുത്തെ കറണ്ട് എങ്ങനെയൊക്കെ പോകുന്നു, കറണ്ടിന്റെ സ്പ്ലിറ്റ് എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കണം. സോ ഈ ചോദ്യം നിങ്ങളൊന്ന് വായിക്കുക. Use Kirchhoff rules to write the expression for the current I1, I2 and I3 in the circuit diagram shown below. അപ്പൊ നിങ്ങൾക്ക് നേരത്തെ പോലെ തന്നെ 3 ലൂപ്പുകൾ കാണാം. അവിടെ കറണ്ട് ഏതൊക്കെയാന്ന് തന്നിട്ടുണ്ട്, 3 കറണ്ടുകൾ തന്നിട്ടുണ്ട്, ഡയറക്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിയേ, നമുക്ക് ആദ്യമേ കറണ്ടിന്റെ ഡയറക്ഷൻ എത്ര ട്രാക്ക് ചെയ്യാം. ഇവിടെ നോക്കിയേ, I1 ഇങ്ങനെ വരുന്നു, ഇങ്ങനെ വരുന്നു, ഇങ്ങനെ പോകുന്നു. കണ്ടോ, I1 ഇങ്ങോട്ട് പോകുന്നു. അതുപോലെ I2 ഇങ്ങനെ വരുന്നു, ഇങ്ങനെ വരുന്നു, ഇങ്ങനെ വരുന്നു. I2 ഇങ്ങോട്ട് വരുന്നു. ഈ I1 ഉം I2 ഉം കൂടെ ചേർന്ന് വരുന്നത് ഈ ഒരു ജംഗ്ഷനിലാണ്. എന്നിട്ട് ഇങ്ങോട്ട് I3 പോകുന്നു, I3 ഇങ്ങനെ പോകുന്നു. കണ്ടോ, ഇങ്ങോട്ട് I3 പോകുന്നതായിട്ടാണ് കാണിച്ചത്. അപ്പൊ ഇവിടെ നോക്കിയേ, I1 ഇങ്ങോട്ട് വരുന്നു, I2 ഇങ്ങോട്ട് വരുന്നു, I3 ഇങ്ങോട്ട് വരുന്നു. അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷൻ നോക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടുന്ന് I1 വന്നു, ഇവിടുന്ന് I2 വന്നു, ഇവര് രണ്ടുപേരും കൂടെ ജംഗ്ഷനിലേക്ക് വന്നു, I3 ആയിട്ട് തിരിച്ചു പോയി. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഇങ്ങനെ എഴുതുന്നതിൽ പ്രശ്നമുണ്ടോ? I1 ഉം I2 ഉം കൂടെ ജംഗ്ഷനിലേക്ക് വന്നു, I3 ആയിട്ട് തിരിച്ചു പോയി. എഴുതുന്നതിന് പ്രശ്നമുണ്ടോ? പ്രശ്നമില്ല. കറക്റ്റ് അല്ലേ? കാരണം എന്താ, ഞാൻ ആദ്യമേ ലൂപ്പ് റൂൾ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യമേ നോക്കുന്നത് കറണ്ട് എങ്ങനെയൊക്കെ വന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ I1 ഉം I2 ഉം വന്നു, I3 ആയിട്ട് തിരിച്ചു പോയി. കണ്ടോ, ജംഗ്ഷനിലേക്ക് കറണ്ട് എൻ്റർ ചെയ്തു, ഇത് ലീവ് ചെയ്തു. അപ്പൊ I1 + I2 = I3. കാരണം എനിക്ക് അൺനോണിന്റെ എമൗണ്ട് കുറയ്ക്കാനാണ്. ഇവിടെ ചോദ്യം എന്താന്ന് വെച്ചാൽ I1 ഉം I2 ഉം I3 ഉം കണ്ടുപിടിക്കാനാണ്. അപ്പം എനിക്കിവിടെ I1 + I2 I3 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെ അതിനെ നോക്കി വെക്കുക. ഇനി നമുക്ക് ഓരോ ലൂപ്പുകൾ നേരത്തെ പോലെ തന്നെ ഓരോ ലൂപ്പുകൾ എടുക്കാം. ഞാൻ ആദ്യമേ എടുക്കുന്ന ലൂപ്പ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൂപ്പ് എടുത്ത് ഞാൻ ഇവിടെ എടുത്തു. ABDAC, അല്ല നിങ്ങൾക്ക് ACDBA എന്ത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ഇങ്ങനെ എടുത്തു, ABDCA. ഇതാണ് എന്റെ ലൂപ്പ്. ഇവിടെ നോക്കിയ ABDCA എന്റെ ലൂപ്പ്. ഞാൻ കണ്ണ് ഓടിക്കുന്ന ഡയറക്ഷൻ ഈ ഡയറക്ഷൻ ആണ്. അപ്പൊ ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ് ആണ്. പോസിറ്റീവ് നെഗറ്റീവിലേക്ക് പോയാൽ 2 ആണ്. പ്ലസ് വാല്യൂ ഇട്ടാൽ മതി. അപ്പൊ 2 ഇട്ടു. പ്ലസ് ഇനി ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു റെസിസ്റ്റർ ആണ്. I1 ആണ് കറണ്ട്. ഞാൻ പോകുന്നതും ഇങ്ങോട്ടാണ്, കറണ്ട് പോകുന്നതും ഇങ്ങോട്ട് തന്നെയാണ്. അപ്പൊ I1 ആണ് കറണ്ട്, റെസിസ്റ്റൻസ് 4 ആണ്. അപ്പോൾ എനിക്ക് എഴുതാം +4I1 എന്ന് എഴുതാം. കാരണം 4 ഓം ആണ്, I × R എന്നാണ്. കറണ്ട് I1 ആണ്, 4 ആണ് അവിടുത്തെ റെസിസ്റ്റൻസ്. അപ്പൊ പ്ലസ് ആണ് വന്നത്, കാരണം ഞാൻ പോകുന്നതും അവിടുത്തെ ആ കറണ്ട് പോകുന്ന ഡയറക്ഷനും സെയിം ആയിട്ട് എടുത്തത് കൊണ്ടാണ്. ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്ന മെത്തേഡ്. ഏത് മെത്തേഡും യൂസ് ചെയ്യാം. നിങ്ങൾ ഒന്നെങ്കിൽ ഇത് ഫോളോ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പം നമുക്ക് അത് കഴിഞ്ഞു. ഇനി ഇങ്ങനെ കറങ്ങി കറങ്ങി ഈ ലൂപ്പിലേക്ക് ഇങ്ങനെ വന്നപ്പം, ഇങ്ങനെ നോക്കിയപ്പം ഈ ലൂപ്പിലെ കറണ്ട് I2 ആണ്. അതായത് ഈ ബ്രാഞ്ചിലെ കറണ്ട് I2 ആണ്. ഞാൻ വരുന്ന ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, പക്ഷെ I2 വന്നത് ഇങ്ങോട്ടാണ്. അപ്പൊ എങ്ങനെ വരും എന്ന് പറഞ്ഞേ, -3I2 എന്ന് വരും. 3 അവിടുത്തെ റെസിസ്റ്റൻസും I2 എന്ന് പറഞ്ഞാൽ അവിടുത്തെ വാല്യൂമാണ് അല്ലെ. -3I2. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പം ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ് ആണ്. അപ്പൊ -1 = 0. കണ്ടോ, ഇനിയാണ് ഇതിനെ ഒന്ന് വൃത്തിയാക്കാൻ പോവാണ്. 4I1 -3I2. 2ന്ന് 1 പോയാൽ 1 ആണ്. ആ 2ന്ന് 1 പോയാൽ 1. അപ്പൊ +1 = 0. ഒന്നും കൂടെ വൃത്തിയാക്കി 4I1 -3I2 -1 എന്ന് എഴുതി ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. സ്റ്റെപ്പിനൊക്കെ മാർക്ക് ഉള്ളതാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് കിർച്ചോഫിൽ അത്യാവശ്യം എഴുതാൻ പഠിക്കണം എന്ന് പറയുന്നത്. ചിലപ്പോൾ ചോദിച്ചാൽ നമുക്ക് ഇത് എഴുതാൻ എളുപ്പമാക്കും, അതിനു വേണ്ടിയാണ്. അപ്പൊ 4I1 -3I2 = -1 എന്ന് എഴുതി. ഇനി നമുക്ക് അടുത്തൊരു ലൂപ്പ് എഴുതിയാലോ. അടുത്ത ലൂപ്പ് എല്ലാവരും എന്റെ കൂടെ പറഞ്ഞേ, CDFEC. എല്ലാവരും എന്റെ കൂടെ പറയണേ, CDFEC ആണ്. അപ്പൊ നമ്മൾ പോകുന്ന ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇങ്ങോട്ട് കയറുന്നു. ഇങ്ങോട്ട് കയറുമ്പോൾ ഒരു ബാറ്ററി ആണ്, ബാറ്ററി പോസിറ്റീവ് ആണ്. അപ്പോൾ +1 എന്ന് കൊടുത്തു. ഇനി I2 തന്നെയാണ് ഇങ്ങോട്ട് പോകുന്നത്, I2 തന്നെയാണ് ഇങ്ങോട്ട് പോകുന്നത്, I2 ആണ്. അപ്പൊ അവിടുത്തെ കറണ്ട് +I2 × 3 എന്ന് കൊടുക്കാം അല്ലെ. 3I2 എന്ന് കൊടുക്കാം, പ്രശ്നമില്ലല്ലോ. ഇങ്ങനെ കറങ്ങി കറങ്ങി വന്നു. അപ്പൊ ഇങ്ങോട്ട് I3 ആണ്. I3 ഇതാണ് എന്റെ ഡയറക്ഷൻ. I3യും അങ്ങോട്ട് തന്നെയാണ്, രണ്ടും ഒരേ ഡയറക്ഷൻ ആണ്. അതുകൊണ്ട് ഞാൻ +I3 × എന്ത് കൊടുത്തു, അതും 2 തന്നെയാണ്, +2I3 എന്ന് കൊടുത്തു. ഇനി ഇങ്ങോട്ട് കയറിയപ്പോൾ ഒരു ബാറ്ററി ആണ്, അത് നെഗറ്റീവ് ആയതുകൊണ്ട് ഞാൻ -4 എന്ന് കൊടുത്തു = 0. ഇവിടെ 3I2 +2I3. 1ന്ന് 4 പോയാൽ -3 ആണ്. -3 = 0 എന്ന് എഴുതി. ആ -3 എനിക്ക് അപ്പുറത്തേക്ക് ഇടാം. അപ്പൊ +3 എന്ന് വരും. ഇക്വേഷൻ ഉണ്ട്. അപ്പൊ എനിക്ക് ഇവിടെ 2 ഇക്വേഷൻസ് കിട്ടി.
അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 3 അൺനോൺസും 2 ഇക്വേഷൻസുമാണ് ഉള്ളത്. ഇവിടെ നോക്കിയേ, ഇവിടെ I1 I2, ഇവിടെ I2 I3. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, I3ക്ക് പകരം നമുക്ക് വേറെ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ എന്ന് ആലോചിക്കണം. എനിക്ക് ഇവിടെ I3ക്ക് പകരം എന്ത് ഇട്ട് കൊടുക്കാം? I3ക്ക് പകരം എനിക്ക് I1 പ്ലസ് I2 ഇട്ട് കൊടുക്കാം. അതല്ലേ എളുപ്പം? അതാണ് എളുപ്പം. അപ്പൊ ഞാനിവിടെ 3I2 പ്ലസ് ബാക്കി എല്ലാം മാത്തമാറ്റിക്സ് ആണ്. 2I1 പ്ലസ് 2I2 ഈക്വൽ ടു 3. ഞാനൊന്ന് വൃത്തിയാക്കാണ്, നിങ്ങൾ മാത്സിൽ ചെയ്യുന്ന പോലെ തന്നെ ഒരു വൃത്തിയാക്കൽ ചെയ്യാണ്. 2I1 എഴുതി പ്ലസ് I2ന്റെ 2 ടേമുകളുണ്ട്, 3 2 5, 5I2 എന്ന് എഴുതി ഈക്വൽ ടു 3. ഇതാണ് നമ്മുടെ പ്രധാന ഇക്വേഷൻ. ഇതൊരു ഇക്വേഷൻ, ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. ഈ 2 ഇക്വേഷൻസ് ആണ് നിങ്ങൾക്ക് ഇവിടെ സോൾവ് ചെയ്യേണ്ടതായിട്ട് വരിക. ഏതൊക്കെയാണ് 2 ഇക്വേഷൻസ് സോൾവ് ചെയ്യേണ്ടത്? നമുക്ക് എടുത്ത് എഴുതാം. 4I1 മൈനസ് 3I2 ഈക്വൽ ടു -1. ഇത് ഒന്നാമത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ 2I1 പ്ലസ് 5I2 ഈക്വൽ ടു 3. ഇത് രണ്ടുമാണ് നിങ്ങൾക്ക് സോൾവ് ചെയ്യേണ്ടത്. സോൾവ് ചെയ്യാൻ നമുക്ക് തുടങ്ങാം. സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം, ഏതെങ്കിലും ഒരു ടേം ഒരുപോലെ കൊണ്ടുവരിക എന്നാണ് നമ്മുടെ സോൾവിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ 4I1 ഉണ്ട്, ഇവിടെ 2I1 ആണ്. അപ്പൊ ഈ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് ഈ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ആദ്യത്തെ ഇക്വേഷൻ അതുപോലെ തന്നെ എഴുതി 4I1 മൈനസ് 3I2 ഈക്വൽ ടു -1. ഈ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് 4I1 എന്നാകും. പ്ലസ് ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10I2 എന്നാകും. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ 6 എന്നാകും. ഇനി നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം അല്ലെ. 4I1 എന്ന് 4I1 പോയാൽ 0 -3ൽ നിന്നും -10 പോയാൽ -13I2 എന്ന് വരും. -1 -6 -7 എന്ന് വരും. അപ്പൊ എനിക്ക് I2 കിട്ടും. I2 ഈസ് ഈക്വൽ ടു -7/-13 അല്ലെങ്കിൽ 7/13 ആംപിയർ എന്ന് വരും. ഇനി നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് 4I1 minus 3I2 equal to -1. 4I1 equal to -1 plus 3I2. -1 plus 3 into I2 എത്ര നമുക്ക് കിട്ടിയത്? 7/13 എന്നാണ്. അപ്പൊ 21/13 minus 1 equal to 4I1 എന്ന് കിട്ടും. 21 minus 13/13 13ഉം 8 ആണ്. അപ്പൊ 8/13 എന്ന് കിട്ടും. 4I1 is 8/13. 8I1 equal to 8/13 into 4 അല്ലെങ്കിൽ 2/13 ആംപിയർ എന്ന് കിട്ടും. കാൽക്കുലേഷൻസ് കുറച്ചുണ്ട്, പക്ഷെ എന്നാലും ഉയർന്ന മാർക്ക് ഉള്ളതാണ്, നമുക്ക് സ്കോർ ചെയ്യാൻ ആവശ്യമാണ്. അത്യാവശ്യം കിട്ടിയില്ലെങ്കിൽ അത്യാവശ്യം ചെയ്യുന്ന അത്രയുമെങ്കിലും എന്ത് ചെയ്യുക, എഴുതി വെക്കാൻ ശ്രമിക്കുക, അതിന് ശ്രമിക്കണം. അപ്പൊ എനിക്ക് I1 കിട്ടി, I2 കിട്ടി, I2 കിട്ടി, I1 കിട്ടി. I3 കണ്ടുപിടിക്കാൻ ഇവരുടെ സമ്മല്ലേ, സം എടുത്താൽ പോരെ, I1 പ്ലസ് I2 എടുത്താൽ പോരെ. I1 ഇവിടെ 2/13 കിട്ടി, I2 ഇവിടെ 7/13 കിട്ടി. അപ്പൊ എനിക്ക് 9/13 എഴുതാം. സോ ദിസ് ഈസ് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. അപ്പം വലിയ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് വിചാരിക്കേണ്ട, പക്ഷെ അത്യാവശ്യം അതിന്റെ റൂൾസ് എഴുതാൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് ഇത് ചെയ്യാൻ സാധിക്കും. അപ്പൊ ആദ്യമേ ഒരു ലൂപ്പിന്റെ ഡയറക്ഷൻ സെറ്റ് ചെയ്യുക, എന്നിട്ട് ബാറ്ററിയിൽ ഇതാണ് എന്റെ ഡയറക്ഷൻ നോക്കുക. ബാറ്ററി പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ പ്ലസ് കൊടുക്കുക, നെഗറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ മൈനസ് കൊടുക്കുക. ഞാൻ പോകുന്ന ഡയറക്ഷനിൽ തന്നെയാണ് കറണ്ടും പോകുന്നതെങ്കിൽ ബ്രാഞ്ചിന്റെ അക്രോസ് ഉള്ളത് പോസിറ്റീവ് ആണ്. ഞാൻ പോകുന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണെങ്കിൽ നെഗറ്റീവ് ആണ്. ഇത്രയേ ഉള്ളൂ റൂള്. നമുക്കിനി ഒരു ചോദ്യം കൂടെ ചെയ്ത് നമുക്ക് അതൊന്ന് ഉഷാറാക്കാം, ആ ഒരു കൺസെപ്റ്റ് ഉഷാറാക്കാം. അപ്പൊ എപ്പോഴും ചെയ്യേണ്ടത് കിർച്ചോഫിന്റെ ഒരു റൂള് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കറണ്ടിന്റെ മാർക്കിംഗ് ചെയ്യാന്നുള്ളതാണ്. നമുക്ക് ഇവിടെ കറണ്ടിനെ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യാം. സോ ഇവിടെ നോക്കി, ഇവിടെ 80 വോൾട്ടിന്റെ ഒരു റെസിസ്റ്റർ ഉണ്ട്, പോസിറ്റീവ് നിന്നാണ്. അപ്പൊ ഇങ്ങോട്ടാണ് കറണ്ട് വരിക, ഉറപ്പായിട്ടും പോസിറ്റീവ്, അങ്ങനെ പോസിറ്റീവ് നിന്നാണല്ലോ കറണ്ട് പോകുന്നത്. അപ്പൊ I1 ഇങ്ങനെ മാർക്ക് ചെയ്തു, I1 ഇങ്ങനെ വന്നു. ഇനി ബാക്കിയോടത്തൊന്നും കറണ്ട് ഒന്നും തന്നിട്ടില്ല. അപ്പൊ അതിനർത്ഥം I1 ഈ ജംഗ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആകുമെന്നല്ലേ? ഉറപ്പായിട്ടും രണ്ടായിട്ട് സ്പ്ലിറ്റ് ആകും. I1 ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്ന് ഇങ്ങോട്ടും പോകും, ഒന്ന് ഇങ്ങോട്ടും പോകും. അതുകൊണ്ടാണ് എപ്പോഴും കറണ്ടിനെ നോക്കുക, എന്നിട്ട് കറണ്ടിനെ മാർക്കിന് ശേഷം ബാക്കി ചെയ്യാൻ പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ I1 ഇവിടെ വന്നു കഴിഞ്ഞാൽ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവും. നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ആവും നോക്കാം. ഇങ്ങോട്ട് I2വുമായി നമുക്കറിയാം I1 ഇങ്ങോട്ട് വന്നു, രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയി. ഒന്ന് I2വുമായി, ഒന്ന് I1 മൈനസ് I2 എന്ന് കൊടുത്താൽ പോരെ. വേണമെങ്കിൽ I3 എന്ന് കൊടുക്കാം, പക്ഷെ I3 ഒരു അൺനോൺ ആണ്. എന്തായാലും I3 നമ്മൾ മാറ്റി എഴുതേണ്ടി വരും. അതുകൊണ്ട് I1 മൈനസ് I2 എന്ന് കൊടുത്തു. വേണം I3 തന്നെ കൊടുത്തു. I3 എന്ന് കൊടുത്തു എന്ന് വിചാരിക്കുക. ഈ I3 എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? I1 മൈനസ് I2 ആണ്. കണ്ടോ? അപ്പൊ ഞാൻ എന്റെ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് കറണ്ടിനെ കണ്ടു. ഇതിലെ കറണ്ട് എടുക്കുന്നതായിട്ട്, ഇതാണ് 80 വോൾട്ട് ആണ്, വലിയ വോൾട്ടേജ് ആണ്. വലിയ വോൾട്ടേജ് തന്നെ കറണ്ട് വരുന്നതായിട്ട് കാണിക്കാം. ആ വരുന്ന കറണ്ട് ഇവിടെ കാണിച്ചു. ക്വസ്റ്റ്യനിൽ ഡയറക്ഷൻസ് ഒന്നും തന്നിട്ടില്ലെങ്കിൽ നമ്മൾ തന്നെ എന്ത് ചെയ്യണം? ഡയറക്ഷൻസ് സെറ്റ് ചെയ്യണം. അതാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ പരിചയപ്പെടുന്നത്. സോ ഇവിടെ നോക്കുക, ഇവിടെ നിന്ന് ഇങ്ങനെ കറണ്ട് വന്നു, കറണ്ട് ഇങ്ങനെ വന്നിട്ട് രണ്ട് ഭാഗത്തേക്ക് സ്പ്ലിറ്റ് ആയി അല്ലേ? രണ്ട് ഭാഗത്തേക്ക് സ്പ്ലിറ്റ് ആയി. അതാണ് I1 ഇങ്ങോട്ട് വന്നു, I2 ഇങ്ങോട്ടും, I3 ഇങ്ങോട്ടും. നമുക്കറിയാം 5 ആംപിയർ വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ടൊരു 5 ആംപിയർ വന്നാൽ
ഇങ്ങോട്ട് 3 ആംപിയർ ആണെങ്കിൽ ബാക്കി എത്ര ആംപിയർ ആയിരിക്കും? 5 - 3 ആയിരിക്കും. അത് തന്നെയല്ല I1 - I2 കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇങ്ങോട്ട് 2 ആംപിയർ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് I1നെ രണ്ടായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ആക്കിയത്. അൺനോൺ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ I3 ഉപയോഗിക്കാത്തത്, നമുക്ക് കിട്ടത്തില്ല. അപ്പൊ ചോദ്യം ഇതാണ്, യൂസിങ് കിർച്ചോഫ്സ് ലോ കാൽക്കുലേറ്റ് ദ കറന്റ് ത്രൂ 40 ohm ആൻഡ് 20 ohm റെസിസ്റ്റേഴ്സ് എന്നാണ്. ഈ 20 ohമിലെയും 40 ohമിലെയും റെസിസ്റ്റേഴ്സിന്റെ കറണ്ട് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഫൈൻഡ് ദ കറന്റ് ത്രൂ എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് എന്തായാലും ആദ്യത്തെ ലൂപ്പ് എടുക്കാം. A B C D A. ആദ്യത്തെ ലൂപ്പ് എടുത്തു, ABCDA. അപ്പൊ ഞാൻ ഇവിടുന്ന് നോക്കാൻ നേരത്തെ എന്താണ്, മൈനസ് നിന്ന് പ്ലസിലേക്കാണ് ഫസ്റ്റ് ഞാൻ കണ്ടത്, മൈനസ് നിന്ന് പ്ലസിലേക്കാണ്. അപ്പൊ -80. ഇത് എന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, കരണ്ടും അങ്ങോട്ട് തന്നെയാണ്. അപ്പൊ +20 I1 എന്ന് എഴുതാം. ഇനി ഇങ്ങോട്ട് വന്നപ്പം ഇത് I2വിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, എന്റെ ഡയറക്ഷനും ഇങ്ങോട്ട് തന്നെയാണ്. അപ്പൊ +40 I2 = 0. ഞാനൊന്ന് വൃത്തിയാക്കുകയാണ്. 20 I1 + 40 I2 = 80. കോമൺ ടേംസ് ഉണ്ട്, എല്ലായിടത്തും 20 കോമൺ ആണ്. 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. I1 + 2I2 = 4. ഇക്വേഷൻ നമ്പർ 1 അത് കിട്ടിക്കഴിഞ്ഞു. ഞാൻ ഇക്വേഷൻ നമ്പർ 1 എഴുതി. ഇനി തൊട്ട് താഴത്തെ ലൂപ്പ് നമുക്ക് എടുക്കാം. തൊട്ട് താഴത്തെ ലൂപ്പ് DCFED, DCFED, DCFED അല്ലെങ്കിൽ CDEFC എന്ത് വേണമെങ്കിലും എടുക്കാം. CDEFC എന്നോ DCFD എന്നോ എന്ത് വേണമെങ്കിലും എടുക്കാം. നമുക്ക് ഈ ഡയറക്ഷനിൽ പോകാം. ഡിന്ന് സിയിലേക്കാണ്, എന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, പക്ഷെ I2 ഓപ്പോസിറ്റ് ആണ്. അപ്പൊ -40 I2 എന്ന് വരും. പിന്നെ ഇങ്ങോട്ട് ഞാൻ വന്നു, I3 ഡയറക്ഷൻ സെയിം തന്നെയാണ്. ദാറ്റ് ഈസ് I3ക്ക് വരുന്നതിന് I1 - I2 എന്നാണ് കൊടുത്തത്. അപ്പൊ +I1 10 × I1 - I2, I1 - I2 +10 × I1 - I2. ഇത് നെഗറ്റീവ് ആണ്. അപ്പൊ -40 = 0 എന്ന് എഴുതി. ഞാനൊന്ന് വൃത്തിയാക്കാണ്. -40 I2 +10 I1 -10 I2 = 40. 10 I1 ആദ്യമേ എഴുതി. ഇത് രണ്ടും ഒരേ ടേംസ് ആണ്. -40യുടെ -10 കൂട്ടിയാൽ -50 എന്ന് കിട്ടും. -50 I2 = 40 എന്ന് കിട്ടും. ഇവിടെയും 10 കോമൺ ആണ്. ഞാൻ അതുകൊണ്ട് I1 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു. -5 I2 = 4 എന്ന് കിട്ടി. ഇക്വേഷൻ നമ്പർ 2. I1 - 5 I2 = 4. ഇക്വേഷൻ നമ്പർ 2. കണ്ട, ആ ഒരു ഡയറക്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഇതിന്റെ സൊല്യൂഷൻ എഴുതാം. I1 രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യണം. ഒന്നാമത്തെ ഇക്വേഷൻ ഇതാണ്, I1 + 2I2 = 4. ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 2 എന്ന് പറഞ്ഞാൽ I1 - 5 I2 = 4. മൈനസ് ചെയ്യാം, കാരണം I1 ഉണ്ട്. അപ്പൊ മൈനസ് ചെയ്തു. അപ്പൊ 2 - -5 I2 = 0. 7 I2 = 0. I2ന്റെ വാല്യൂ കിട്ടി, 0 എന്ന് കിട്ടി. സെറ്റ്. അടുത്ത നമുക്കിനി I1ലേക്ക് പോകാം. I1 + 2 × 0 = 4 or I1 = 4 ആംപിയർ. ഇതാ നിങ്ങൾ സെറ്റാക്കി. അടുത്ത ചോദ്യം നോക്കാം. So in the electrical network shown in the figure, use Kirchhoff laws to calculate the power consumed in resistance 4 ohm. ഇവിടെ കറണ്ട് കണ്ടുപിടിക്കാനല്ല, 4 ohm റെസിസ്റ്റൻസിലെ പവർ കണ്ടുപിടിക്കാനാണ്. അപ്പൊ ഇവിടെ പവർ നമുക്കറിയാം, റെസിസ്റ്റൻസ് വന്നിട്ടുണ്ടെങ്കിൽ പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ I² × R എന്നാണ്. 4 ഓമിലെ കറണ്ട് അവർ ഡയറക്ട്ലി തന്നിട്ടുണ്ട്, I1 + I2 2 × R. സാധാരണ ലൂപ്പ് കിട്ടിയാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, കറണ്ടിനെ ട്രാക്ക് ചെയ്യുക അല്ലെ. നമുക്ക് ഇവിടെ നോക്കിയപ്പോൾ ഇവിടുന്ന് I1 അവർ ഡയറക്ട്ലി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, ഇവിടുന്ന് ഒരു I2 വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അത് രണ്ടും കൂടെ സം ആയിട്ട് ഇങ്ങോട്ട് I1 + I2 എന്ന് അവർ ട്രാക്ക് ചെയ്ത് തന്നെ കാണിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വേറെ ഒന്നും ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ I1 എടുത്ത് തന്നെ ഇവിടെ സ്പ്ലിറ്റ് ആയി പോകുന്നൊക്കെ പറഞ്ഞ് എടുക്കേണ്ടി വന്നേനെ. ഇവിടെ അവർ ഓൾറെഡി ഇത് തന്നിട്ടുണ്ട്. നമുക്ക് ഇനി 2 ലൂപ്പ് എടുത്താൽ മതി. ലൂപ്പ് എടുക്കുക. ഇവിടെ I1 + I2 കണ്ടുപിടിക്കാനാണ് നമ്മുടെ ഉദ്ദേശം. എന്നിട്ട് നമുക്ക് R-ന്റെ അതിലായിട്ട് ഇട്ട് കൊടുത്താൽ നമുക്ക് പവർ കിട്ടും. അപ്പൊ എങ്ങനെയെങ്കിലും I1 + I2 കണ്ടുപിടിച്ചാൽ മതി. അതിന് ശരിക്കും സെക്കൻഡ് ലൂപ്പ് എടുത്താൽ മതി. പക്ഷെ നമുക്ക് എന്തായാലും ചെയ്തു പോകുന്ന രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാം. സോ നമുക്ക് ആദ്യത്തെ ലൂപ്പ് നോക്കാം. ആദ്യത്തെ ലൂപ്പ് ACDBA എന്ന് പറഞ്ഞ ലൂപ്പ് എടുക്കാം. സോ ഞാൻ പോകുന്നത് ഈ ഡയറക്ഷനിലാണ്. അപ്പം അവിടെ നിന്ന് ഇങ്ങനെ കണ്ണോടിച്ചപ്പം ആദ്യമേ പോസിറ്റീവ് ബാറ്ററി കണ്ടു. അപ്പൊ +12 എന്ന് എഴുതി. I1 ഇങ്ങോട്ടാണ്, പക്ഷെ ഞാൻ പോകുന്നത് ഇങ്ങോട്ടാണ്. എനിക്ക് -2I1 എന്ന് എഴുതാം. ഇങ്ങനെ തിരിച്ച് ഇങ്ങോട്ട് വന്നു. I1 + I2 ഇങ്ങോട്ടാണ്, പക്ഷെ ഞാൻ കണ്ണ് ഓടിക്കുന്നത് എങ്ങോട്ടാണ്, ഈ ഡയറക്ഷനിലാണ്. അപ്പൊ അവിടെയും മൈനസ് ആണ്. -I1 + I2 × 4 എന്ന് വരും. മൊത്തം എടുക്കുമ്പോൾ 0 കിട്ടും. So 12 - 2I1 - 4I1 - 4I2 = 0. 12 = മൈനസ് ഉള്ളതിനെല്ലാം അപ്പുറത്തേക്ക് വിട്ടു. 2I1 + 4I1 + 4I2. 6I1 + 4I2 = 12. ഞാനിവിടെ 2 കൊണ്ട് വെട്ടി. 6 = 3I1 + 2I2. ശരിക്കും ഇതിന്റെ ആവശ്യമില്ല,
എന്നാലും ഞാൻ അവിടെ എപ്പോഴും ലൂപ്പ് റൂൾ പരിചയപ്പെടാൻ വേണ്ടി ഒന്ന് എഴുതിയെന്ന് മാത്രം. എൻ്റെ ആവശ്യമില്ലാന്ന് പറയാൻ കാരണം സെക്കൻഡ് ലൂപ്പ് നിങ്ങൾക്ക് എഴുതുമ്പോൾ മനസ്സിലാകും. സെക്കൻഡ് ലൂപ്പ് നിങ്ങൾ നോക്കുക, BDFEB എഴുതുവാണ്. BDFEB അതായത് നമ്മൾ പോകുന്നത് ഈ ഡയറക്ഷനാണ്. ഈ ഡയറക്ഷനിൽ പോകുമ്പോൾ ഞാൻ പോകുന്ന ഡയറക്ഷനും കറണ്ട് പോകുന്ന ഡയറക്ഷനും സെയിം ആണ്. അപ്പൊ എനിക്ക് എഴുതാം I1 + I2 × 4. അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ബാറ്ററി ആണ്, ബാറ്ററിയുടെ നെഗറ്റീവ് ആണ്. അപ്പൊ -6 = 0, കാരണം വേറെ ഒന്നുമില്ല. ഇവിടെ നോക്കിയാൽ I1 + I2 × 4 = 6 എന്ന് കിട്ടും. 2 കൊണ്ട് വെട്ടിയാൽ ഇവിടെ 3 ഇവിടെ 2 വരും. I1 + I2 × 2 = 3. എനിക്ക് ഇവിടുന്ന് ഡയറക്ട്ലി I1 + I2 കിട്ടിയില്ലേ, which is equal to 3/2 എന്ന് കിട്ടിയില്ലേ. എനിക്ക് പവർ കണ്ടുപിടിച്ചാൽ പോരെ. പവർ എന്ന് പറഞ്ഞാൽ I² R അല്ലേ എന്ന് പറയുമ്പം ഇതിന്റെ ദാറ്റ് ഈസ് I1 + I2 the whole square × R എന്നാണ്. 3/2 എന്ന് പറയുമ്പോൾ 9/4. 3/2ന്റെ സ്ക്വയർ 9/4 ആണ്. × 4 എന്ന് വരുമ്പോൾ ഉത്തരം 9 വാട്ട് എന്ന ആൻസർ കിട്ടും. അപ്പം ഇങ്ങനെ ലൂപ്പ് റൂൾസ് ചെയ്യുക, പഠിച്ചിട്ട് പോവുക. ഇൻ കേസ് അത് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷെ എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവുക. ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ എന്ന് നോക്കി ശ്രദ്ധിച്ചിട്ട് പോവുക. പറ്റുന്ന അത്രയുമെങ്കിലും എഴുതി വെക്കുക. വെറുതെ ഒരു ചോദ്യം സ്കിപ്പ് ചെയ്യുന്നതിൽ നല്ലതല്ല, നമുക്ക് അത്യാവശ്യം അറിയാവുന്ന അത്രയും എഴുതി വെക്കുന്നത്. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാം. അപ്പം ഇതൊക്കെയാണ് CBSEക്ക് പ്രീവിയസ് ആയിട്ട് ലൂപ്പ് റൂൾ എന്ന് ചോദിച്ചിട്ടുള്ളത്. ആദ്യമേ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്കാണെങ്കിൽ പ്ലസ് തന്നെ കൊടുക്കുക. നമ്മൾ പോകുന്ന ഡയറക്ഷൻ നോക്കുക. പോസിറ്റീവ് നിന്ന് നെഗറ്റീവ് ആണെങ്കിൽ പ്ലസ് തന്നെ കൊടുക്കുക. ഇനി ഒരു റെസിസ്റ്റർ എലമെന്റ് ആണെങ്കിൽ നമ്മൾ പോകുന്ന ഡയറക്ഷനും കറണ്ട് പോകുന്ന ഡയറക്ഷനും സെയിം ആണെങ്കിൽ പ്ലസ് കൊടുക്കുക. നമ്മൾ പോകുന്ന ഡയറക്ഷനും കറണ്ട് പോകുന്ന ഡയറക്ഷനും ഓപ്പോസിറ്റ് ആണ്, മൈനസ് കൊടുക്കുക. അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ്. അപ്പൊ അങ്ങനെ നോക്കുക, അത് സെറ്റാക്കി എടുക്കുക. താങ്ക് യു സോ മച്ച്.